നമ്മുടെ നമ്മളിന്ന് യാത്രയാവുകയാണ്. പക്ഷേ സ്റ്റിൽ വീണോ എന്റെ കൂടെ വെച്ച് കയറുണ്ടാവും. അല്ലെന്തോ നമ്മൾ കളറാക്കുന്ന ഒരു കളർ രസമാക്കി. അല്ലെന്തോ അത് നീ പോകുന്നതിന്റെ സന്തോഷം നിനക്ക്. അല്ലല്ലല്ല, നമ്മൾ ഒരുമിച്ച് കറങ്ങുന്നു. അതാണ് സങ്കടത്തോട് പോകണ്ടാന്ന് വെച്ച് ചെറുക്കൻ നമ്മൾ ദിവസം ഇതുപോലെ ഹോംലി വൈബായിട്ട് നിന്നതായിരുന്നു ഗൈസ്. അത് ഒരു ദിവസം നമ്മൾ ഞാൻ എന്തായാലും ഒരാഴ്ച വ്യത്യാസം കുറച്ച് 8 ദിവസം അത്രയും ദിവസം നമ്മളൊരു വീട് വൈബായിരുന്നു. അമ്മ, അച്ഛൻ, ആങ്ങളമാര്, ഫ്രണ്ട്, അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പൊ നമ്മൾ ആ ഒരു ഇതിന് നമ്മള് പോവാണ്. സങ്കടമുണ്ട്. ഇടക്കിടക്ക് എന്തായാലും ഉറപ്പായിട്ട് ഞാൻ വരും. നീ ഉള്ളപ്പോ ഞാൻ ഓക്കെ ദിവസം നിങ്ങൾ ഫുള്ള് കാണാം. ഈ ഒരു ട്രിപ്പ്, ഈ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന ബ്ലോഗാണ്. അവിടെ വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എല്ലാം ആയിരിക്കും. സോ കാണാം. Spending the night in Dixon, 60-odd miles from a plan. Is it too late? ഈ ട്രെയിനിൽ ഞങ്ങളുടെതല്ല ഗൈസ്, ഇത് വേറെ എവിടേക്ക് പോയ ട്രെയിൻ. നമ്മള് പ്ലാറ്റ്ഫോം നമ്പർ 2 പോയാലാണ് നമ്മുടെ ട്രെയിൻ. നമ്മളിപ്പോ പ്ലാറ്റ്ഫോം നമ്പർ 1 ഗൈസ്. Too late to learn to listen. Too late to be less a man. How many yesterdays are between us now? ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു ലൂപ്പിൽ പെട്ടു. ആ ലൂപ്പിൽ പെട്ട സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇതാണ് ആ വഴികൾ. ഈ ഒരു പാലത്തിൽ കൂടെ ഒരു 5-6 തവണ കേറുക ഇറങ്ങ. ഇവളൊറ്റ ഒരുത്തി കാരണമാണ് ആ ലൂപ്പിൽ നമ്മൾ മൊത്തത്തിൽ പെട്ട ആണ് ഗൈസ്. അപ്പൊ ശരി, ബൈ. കുറച്ച് ചായ കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സോ ദിസ് ഈസ് ദ ടീ ടൈം. പഴംപൊരി വേണ്ടാന്ന് പറഞ്ഞ ആളും പഴംപൊരി കഴിച്ചിട്ടേ ഇല്ല. നോമിന് എന്തെങ്കിലും പറയാനുണ്ട്? ഇവിടെ മറ്റേ സാധനം വെക്കാൻ, ദിലീപിന്റെ തന്നെ ജബ എടുത്ത് വെക്കാം. ഓക്കെ, സൂപ്പറിറ്റ് വരില്ലേ? അഞ്ഞൂറ് കഴിക്കുന്നു. ചേട്ടൻ പറയുന്നു എന്ത് അത് വെക്കറിയുണ്ടാവില്ലേ? തലയ്ക്ക് ഓളമായി പോകുന്നതിന് സന്തോഷം കൊണ്ടാ, വിഷമം കൊണ്ടാ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ സന്തോഷം. നിന്നെ വിട്ട പോകുന്ന സങ്കടമുണ്ട്. അത് ആ സങ്കടത്തിന്റെ പുറത്താണ് ഇപ്പൊ ചായയും പഴപ്പൊരിയും കഴിക്കുന്നു. 12 രൂപ. ഇത്രയും ദിവസം അവരുടെ വീട്ടിൽ ടൈമില് ഫുഡ് കഴിച്ചോണ്ട് പോവാ. അപ്പൊ പെട്ടെന്ന് ടൈം തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു വിശപ്പ് വരില്ല. ആ സംഭവം തന്നെ വന്നിട്ടുള്ളൂ. അത് നോർമൽ ഹ്യൂമൻ ബീങ് നടക്കുന്ന സാധനമാണ്. വിശക്കുക അല്ല, നിങ്ങളെ പറ ഒക്കെ വിശപ്പില്ല. വിശപ്പിന്റെ ഒരു അസുഖവും. പക്ഷെ നമ്മൾ നോർമൽ മനുഷ്യന്മാരെങ്ങനെയാണോ? അല്ല. നിങ്ങളേത് വീട് കൊണ്ടുവരുമ്പോഴാണ് ആൾ കഴിക്കുന്നത്. മറ്റി കുടിക്കാനൊക്കെ കൂട്ടായി മത്തിയുടെ തലയാണോ? നിന്നെ കാണുമ്പോഴാണ് ഒരു അയില മീൻ്റെ വെക്കാം. ശരിക്കും
മെത്തിക്ക് നിന്റെ തലയും അയിലക്ക് എന്റെ തലയും വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഗൈസ്? ഞാനിവിടെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ. ആരെയും ശരിക്കും അതുപോലെ എടുത്തിട്ട് ട്രോളും. എന്റെ ട്രോളോ വേറെ ആരും വേണ്ട, നിന്നെ ട്രോളോ വേറെ ആരും വേണ്ട, ഞാൻ എല്ലാവരും ട്രോളും. അയില മെത്തിയില്ലേ പറഞ്ഞപ്പോ അയില മെത്തിക്ക് ഇഷ്ടപ്പെട്ട് ഞാനില്ല അന്വേഷിക്കുന്നേ കിട്ടും. लेडीज कैन व्हाट है ना മാസമില്ല, പക്ഷെ വേറെ സംതിങ് ना जल्दीबाजी में बेचारा लड़का लोग लेडीज में हो गया था धक्का मारते थे ബാത്റൂമിന്റെ മണല്ലത് मतलब ഉണങ്ങി എന്തോ ഒരു സാധനം, ഉണങ്ങിയ പട്ടിക്കട്ടാവാം, मैं पहले मुंबई में था ഉണങ്ങിയ അപ്പിയാവാം. तो मैं ट्रेन के लिए भाग ट्रेन पर ഈ ചായ അതെന്താ ഉണങ്ങിയ അപ്പി? हो गया उसको करना नहीं पड़ा मैं बनाने സോറി ഗൈസ്, എന്റെ ഗൈസും ഓഡിയൻസും നല്ല ഇറിറ്റേഷൻ വരെയാണ്. നിങ്ങൾ ഈ ഭാഗം സ്കിപ്പ് അടിച്ചോളൂ. मेरे को बोला എന്നാൽ അവള് കട്ട് ചെയ്യൂല. नहीं बोला क्योंकि मैं എനിക്ക് മാറാൻ പറ്റും ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഇല്ല, എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. पहले എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല. എനിക്ക് അമ്മാവനില്ല, അമ്മായി ഇല്ലോ. ഇല്ല, പിന്നെ ആരല്ല കുഞ്ഞമ്മ? मारता है കുഞ്ഞമ്മ ഇല്ല. എന്റെ ഉമ്മയാണ് ആരിന്റെ കുഞ്ഞമ്മ. करने नहीं पड़ती पाव ऐसा അപ്പോൾ എനിക്ക് കുഞ്ഞമ്മ ഇല്ല. വല്യമ്മ ഉണ്ടോ? വല്യമ്മ ഉണ്ട്. ഇല്ലേ? സോ ഗൈസ്, ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെയാണ്. എന്തൊരു ആവും. वो भी एक मोटा औरत है तुम्हारे जैसे समझ लो സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ചായ മഴ वैसा ये ചായപ്പഴും പഴംപൊരിയും കഴിച്ചത് വിശപ്പിന്റെ പുറത്താണ്, സന്തോഷത്തിന്റെ സങ്കടത്തിന്റെ പുറത്തല്ല. എന്താ ഡിഷാർട്ടിക്കുന്നത്? നമ്മള് കൊച്ചിയിൽ പോയിട്ട് സങ്കടം നിന്റെ വക മന്തി കഴിക്കും. नहीं तो गिर जाता നാട്ടിലെ അപ്പൊ സന്തോഷം. एक बार मैंने पहले കഥയിൽ मेरे को कोई दूसरा എന്റെ നമുക്ക് ജീവിതം ബാർഗെയിൻ ചെയ്യാം അവിടെ പോയി. करना था ആ അത് സെറ്റല്ലേ? ये गाड़ी അവര് മന്തി കഴിച്ച പ്ലേറ്റ് എടുത്ത് जाती ഞാൻ പാത്രം കഴിക്കും, दादर में खड़ा പെങ്ങൾ തരില്ല. मेरे को नहीं मालूम എന്തൊരാവോ പിന്നെ ഈ അവസ്ഥ കേട്ടിട്ടെങ്കിലും ആരെയും ജീവിതം ചെയ്യാൻ മന്തി കഴിച്ചിട്ട് വന്നൊക്കെ ठीक है വീഡിയോ അപ്ലോഡ് ആവാൻ ലേറ്റ് ആവും. പിന്നെ മന്തി കഴിക്കാൻ ചിലപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും. हिंदी भी नहीं आता ഇനി ബൈ ബൈ. तो मैं Bye, bye. बोला मेरा गाड़ी are between us now. How many yesterdays are between us now? Carried it on, cobbling miles as we go, a line at a time, or ഫേസ് നമ്മൾ ആളുകളെത്തി. a line at a time, or a sad swan song, offering up. ഗൈസ്, offering up purple prose, and I'd find you if I could, invite you to the final act. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ബ്രോഡ്വേയിൽ എല്ലാം ഉണ്ടെന്ന് കരുതി വന്നാലും ഇവക്ക് ഒന്നും കിട്ടില്ല ഗൈസ്. ഇവളെന്തോ കിട്ടാത്ത സാധനം തന്നെ തെരഞ്ഞു പിടിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കിട്ടിയത് അടിച്ചു മാറ്റി ഗ്രേസ് അങ്ങനെ പറയുന്നത്. അതെന്ത് സാധനം?
ഒന്നുമില്ല ഗൈസ്. ആ സെയിം കടയിൽ നിന്ന് ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ വന്നപ്പോ ഞങ്ങൾ ഒരു സാധനം വാങ്ങിച്ചു. നമ്മുടെ കണ്ണു മുമ്മിൽ കൂടിയാണ് നമ്മൾ ആ സാധനം വാങ്ങിച്ചത്. അപ്പൊ അവക്ക് കണ്ടില്ല. വീട്ടിൽ ചെന്നപ്പോ അയ്യോ എനിക്കിത് വേണമെന്ന്. അപ്പൊ ഇവളെന്ത് ചെയ്യണം? നോക്കി പേടിപ്പിക്കണ്ട നീ. കണ്ണില്ലാത്തവളെ, കണ്ണുണ്ട് കാണാൻ പറ്റാത്തവളെ. എന്നിട്ട് ഇപ്പൊ അത് പറഞ്ഞ തേരാപ്പാര നടക്കുന്നു ഗൈസ്. ഹായ്. ഹിന്ദി പഠിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമ്മുടെ എറണാകുളത്ത് സ്കൂളിൽ നമുക്ക് ഹിന്ദി ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാം നോർത്ത് സൈഡിൽ ഹിന്ദു എന്ന് പറഞ്ഞുകൂടാ. എനിക്ക് മാത്രമാണോ പറഞ്ഞുകൂടാ? മരപ്പെട്ടി എന്ന് പറയണ്ട. അതായത് അടുത്തുണ്ടായിരുന്ന എനിക്ക് ഹിന്ദി അറിയില്ല നിങ്ങൾ ശരിയാ. പക്ഷെ നിന്നെ പോലെ അറിയാത്ത ഹിന്ദി പറഞ്ഞു ഞാൻ എടാ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെയധികം സംസാരിക്കേണ്ട കാര്യം. മോർദണ്ട നീ ഇങ്ങോട്ട് പറ. അതെന്താ ഞാൻ എന്താ പറഞ്ഞത്? ചിലർക്ക് ഇങ്ങോട്ട് ഇവക്ക് ഇവിടെ പതിനെ ജ്യൂസ് പിന്നെ ശമം ജ്യൂസ് പറഞ്ഞാൽ പോരെ. അവർക്ക് തണുപ്പ് കൂടുതൽ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു മോർ കണ്ട ലെസ് കണ്ട. നിങ്ങൾ മലയാള ചേട്ടൻ വന്നത് കൊണ്ട് രക്ഷപ്പെട്ടെ. എന്നാ കഴിക്കാൻ എടുത്താന്ന് കാണിക്കട്ടെ. മസാല ഇങ്ങനെ എപ്പോഴും എവിടെ പോയാലും കട്ട്ലേറ്റ്. എനിക്ക് സാധനം But I think it's understood. Nothing good of that. How many yesterdays മുട്ടന്നെ are between us now? നോക്കണ്ട. How many yesterdays are between us now? How many yesterdays are between us now? ഗൈസ് നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം മറൈൻ ഡ്രൈവിൽ നടക്കാം അല്ലേ? എന്തോ അതെ അതെ വാടിക്കരി കുട്ടിക്ക് വയ്യാണ്ടായി ഗൈസ്. ഏനോ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ ഇട്ടുണ്ട് ഗൈസ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. How many yesterdays are between us now? How many yesterdays are between us now? How many yesterdays are between us now? ആരെ തപ്പിലായിരുന്നു ഫ്രണ്ട്. പക്ഷെ ചെറുതായിട്ട് ചീറ്റിപ്പോയി. അതായത് രാവിലത്തെ സമയമാണ് ഗൈസ്. നോക്കിയ അതൊന്ന് നമ്മൾ ഫീൽസിലൂടെ കുറച്ച് നേരം കറങ്ങാം അല്ലേ? അതിനകത്തുള്ള കുറച്ചുകൂടി സമയം നമുക്ക് ചെലവഴിക്കാൻ സമയം. How many yesterdays are between us now? How many yesterdays are between us now? How many yesterdays
snare. ഇന്ദുപ്രിയ എവിടെയാണുള്ളത് ഇപ്പോ? ഇപ്പോ നിലവിൽ അറബ് രാജ്യത്തിൽ ഏതോ അമ്പലത്തിൽ പാട്ട് പാടണം. അടുത്തുള്ള മഹാദേവ ക്ഷേത്രമല്ലേ അത്? പക്ഷെ ബേസിക്കലി നമ്മളിപ്പോ ഉള്ളത് അറബ് രാജ്യത്താണ് ഗൈസ്. ബിക്കോസ് ഓഫ് ദ വ്യൂ. ബാക്കി പറ, എന്തെങ്കിലൊക്കെ പറഞ്ഞോ. അപ്പുറത്തോട്ട് ഐ ലവ് കൊച്ചി എന്നുള്ള ബോർഡും കാണാം. നാണം കെടുത്താൻ വേണ്ടി മാത്രം വ്ലോഗ് എടുക്കുന്നതാണ്. നമ്മളുടെ ട്രെയിൻ മിസ്സായിപ്പോയി. ട്രെയിൻ മിസ്സായെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഈ ഒരു ലിപ്പ് നല്ല രസമല്ല അടിക്കണ്ട നിങ്ങളെ പറയുന്നത്. ആ ലിപ്പ് പോകുമ്പോൾ അവർക്ക് ചേരുന്നില്ലേ? അത് കണ്ടു നിൽക്കാനായിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് പോകുന്നത്. ട്രെയിൻ ഇവിടെ മിസ്സായി പോകുന്നത്. സോ നമ്മൾ എത്ര മണിക്കാണ്? 9:30 നമ്മുടെ ആദ്യത്തെ ട്രെയിൻ. സോ നമ്മൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ട്രെയിൻ. എല്ലാം പോയാൽ മതി. ഇതെല്ലാം ഓടിച്ചു പോവാൻ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മളല്ല, ഞാനിപ്പോഴും ഏറെ വിഴുങ്ങിയ കൂട്ടിന് വയറ് ഫുള്ളായ. ചേട്ടാ കാണിക്കൂ. മിസ് യു. മിസ് യു.